ഗോപി ചേട്ടാ ഫോൺ ബെല്ലടിക്കണ്ടല്ലോ. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടല്ലോ, അന്നൊന്നും മേടിക്കാനൊന്നും. കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം രാവിലെ ഭക്ഷണം കഴിക്കുന്ന ഭാഗേ മാഷ്ട ഭാര്യനെ കാഷ്വാലിറ്റിയിൽ കയറ്റിയില്ലേ, ഡോക്ടർമാരെല്ലാവരും കൂടെ നോക്കണേ. കാഷ്വാലിറ്റിയാണോ? ഒന്നും പേടിക്കാനൊന്നും ഉണ്ടാവില്ല. എടോ നമ്മന്റെ പേര് ശ്രദ്ധിച്ചപ്പോഴും കാഷ്വാലിറ്റിക്കാണ് കൊണ്ടുപോയത്. പിന്നെ സെക്യൂർ എപ്പോഴാണ് മനസ്സിലായത് ഓൾക്ക് ഗർഭമുണ്ടെന്ന്. അപ്പോൾ ഇനി ഒന്നും മറക്കാനില്ല, ഡോക്ടറുടെ ഭാഷയിൽ നിന്ന് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. CPR എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് എപ്പോൾ കണ്ടുപിടിച്ച് ആ നിമിഷം സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ കറക്റ്റ് ചെയ്ത്. ഇനി ആരെങ്കിലും കുഴഞ്ഞു വീഴുകയോ അറ്റാക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ CPR ചെയ്താൽ മാറുമെന്ന് നമുക്ക് പറയാലോ. അതെ, അത് ശരിയാ. ഈ CPR എന്ന് പറഞ്ഞത് വല്ല മരുന്നോ ഗുളിയോ ആണെങ്കിൽ കുറച്ച് വാങ്ങിച്ചു വെക്കാലോ. ആരിക്കാണോ എപ്പോഴാണോ ആവശ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഗോപി, ഗുളിക മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചോ. 4-5 ബീമാരുള്ള നമുക്ക് എപ്പോഴാണ് ഈ സംഭരം വല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. കൈയിൻ്റെ ഈ ഒരു ഭാഗവും കൊണ്ടാണ് നമ്മൾ CPR ചെയ്യുക. നമ്മൾ എവിടെ വെക്കും? അതായത് പേഷ്യൻറ്റിൻ്റെ 2 നിപ്പിളുകൾ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആണ് നമ്മളുടെ ഈ കൈയിൻ്റെ ഈ ഭാഗം നമ്മൾ വെക്കുന്നത്. 1 2 3 4 5 6 7. എത്ര നേരം കൊടുക്കണം? പൾസ് വരുന്ന വരെ നമ്മൾ CPR കൊടുക്കണം. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടീം വന്ന് നമ്മളുടെ CPR ടേക്ക് ഓവർ ചെയ്യുന്ന സമയം വരെ നമ്മൾ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ നോക്കി നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഈ രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത 2 മുതൽ 3 ഇരട്ടി വരെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു CPR കൊടുത്താൽ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിൽ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയും ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യില്ലേ CPR എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കൊടുക്കില്ലേ?